നവഗീതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി നവഗീത് ഡൗട്ട് ചോദിക്കാനാണെന്ന് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് തന്നെ പഠിച്ചെടുക്കണം എന്നുള്ളത് ഉറപ്പിച്ചത്. അപ്പം എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ബെസ്റ്റ് ഓപ്ഷൻ മില്യൺ ഡോട്ട്സ് ആയിരുന്നു. ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അതൊരു നല്ലൊരു യൂസ്ഫുൾ ആയ കാര്യമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. മില്യൺ ഡോട്ട്സിലെത്തി ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി. പിന്നെ ട്രേഡിങ് ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. മില്യൺ ഡോട്ട്സിൽ വന്നിട്ട് ഗുണമല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. സാലറി പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. മില്യൺ ഡോട്ട്സ് ട്രേഡേഴ്സ് യുണൈറ്റഡ് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഉള്ളത്. ഓപ്ഷൻ ട്രേഡിംഗ് എല്ലാം കഴിഞ്ഞു. അത് ഓപ്ഷൻ എക്സ്പയറി ഡേ ആയിരുന്നു ഇന്ന്. സോ ഓപ്ഷൻ ട്രേഡിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഓപ്ഷൻ ക്ലബ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ഓഫ്ലൈൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ഓൾസോ നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ പ്രോഗ്രാം ഈവനിങ് ആയി എത്തിയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇനിയും വളരെ കുറച്ച് പ്രോഗ്രാംസും കൂടെ ഇന്ന് നമുക്ക് കണ്ടക്ട് ചെയ്യാനുണ്ട്. സോ അതിന് മുന്നേ നമ്മളെ കൂടെ ഇപ്പം ഉള്ളത് നവഗീതാണ്. സോ ആക്ച്വലി നവഗീത്, വെൽക്കം. താങ്ക് യു. ഫൈൻ. സോ നവഗീതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി നവഗീത് ഡൗട്ട് ചോദിക്കാനാണെന്ന് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു. പുള്ളിക്കാരൻ ചോദിച്ചു, ഞാൻ നാളെ മുതൽ ഇവിടെ ഇരുന്നോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ പഠിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. സോ പുള്ളിക്കാരൻ അടുത്ത ദിവസം ഓഫീസിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം കൂടുതലായിട്ട് കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും, സോ ആ ടൈമിൽ ട്രേഡിങ്ങിലേക്ക് നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ ഓപ്ഷൻ ക്ലബിലേക്ക് വരികയുമാണ് നവഗീത് ചെയ്തിട്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഓപ്ഷൻ ക്ലബിലേക്ക് വന്നതിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്? യെസ്. സോ നവഗീതിന്റെ കാര്യങ്ങൾ പറയാം. എങ്ങനെ മില്യൺ ഡോട്ട്സിലേക്ക് എത്തി, ആൻഡ് എങ്ങനെ ഇപ്പം ട്രേഡിങ് എങ്ങനെ പോകുന്നു, എന്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ. മില്യൺ ഡോട്ട്സിനെ കൊണ്ട് ഞാൻ ഏകദേശം ലാസ്റ്റ് ഇയർ 1 year മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അറിയായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒന്നും ഇതിലേക്ക് വരണമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ആദ്യം ചെയ്യാറുണ്ടായിരുന്നു ട്രേഡിങ്. അപ്പോൾ പിന്നെ ഓഫീസ് വർക്കിൻ്റെ ഞാൻ പ്രൊഫഷണലി CA ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓഫീസിൽ നിന്ന് എന്തായാലും ട്രേഡ് നടക്കില്ല എന്നായപ്പോൾ ഞാൻ ഇൻട്രാഡേ ട്രേഡിങ് ഫുൾ ക്ലോസ് ചെയ്തേക്കുന്നു. പിന്നെ അതിനുശേഷം ക്രിപ്റ്റോ ചെയ്യാൻ തുടങ്ങി. ക്രിപ്റ്റോ ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞ് യുക്രൈൻ വാറൊക്കെ ആയപ്പോഴത്തേക്ക് അതും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലായത് ഇനി എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് തന്നെ പഠിച്ചെടുക്കണം എന്നുള്ളത് ഉറപ്പിച്ചത്. അപ്പം എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ബെസ്റ്റ് ഓപ്ഷൻ മില്യൺ ഡോട്ട്സ് ആയിരുന്നു. ഞാൻ നേരെ സെലക്ട് ചെയ്തു. ഞാൻ സാറായിരുന്നു ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർസല ചേച്ചി കോൺടാക്ട് ചെയ്തു. അങ്ങനെ മാർച്ച് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. യുക്രൈൻ റഷ്യ വാർ വന്നു, ആ ടൈമിലായിരുന്നു ഫുള്ള് ഇതായത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് എന്തായാലും പഠിക്കണം എന്ന് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ മില്യൺ ഡോട്ട്സിലേക്ക് എത്തുന്നത്. മില്യൺ ഡോട്ട്സിലെത്തി ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി. പിന്നെ ട്രേഡിങ് ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ അതിന് വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഒരു ചെറിയൊരു മടുപ്പുണ്ടായിരുന്നു. അതായത് ട്രേഡിങ് ജോലി എന്ന് പറഞ്ഞ ഒരു ജോലിയല്ലടാ. ഇൻ ദ സെൻസ് നമ്മൾ ഫൈനലി നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് സാലറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് സാലറി പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആരോടായാലും സജസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് അതാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന സാധനം ഫ്രീഡമാണ്. അത് ഇതിൽ നിന്ന് എത്രയും നല്ലോണം എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാർച്ച് ബാച്ചിൽ അത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം തന്നെ സ്റ്റാർട്ടിങ് പഠിക്കാൻ കുറച്ച് ഉഴപ്പിണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സാം ഉണ്ടായിരുന്നു ജൂണിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഞാൻ സാറെ വന്ന് കോൺടാക്ട് ചെയ്തത്. സാർ ഇങ്ങനെ കുറച്ച് ഇതാക്കാനുണ്ട്, എനിക്ക് പേഴ്സണലി ഓഫീസിൽ വന്ന് ചെയ്യാൻ പറ്റുമോ ട്രേഡ് കാര്യങ്ങളൊക്കെ. പിന്നെ സാറിനോട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഇവിടെ വന്ന് സാർ പറഞ്ഞത് ഇവിടെ ഓഫീസിൽ വന്ന് ട്രേഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഡൗട്ട്സ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാറിന് മെസ്സേജ് അയച്ചാലും സാറിൻ്റെ ബിസി കാരണം പെട്ടെന്ന് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ വന്ന് ഡൗട്ട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ ആ സമയത്ത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് വളരെയധികം എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 2-3 ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ടും ട്രേഡ് ചെയ്യാൻ തുടങ്ങി. നവാസ്, എല്ലാവരും നാളെ വരും. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ സാർ പറഞ്ഞത് ഓപ്ഷൻ ക്ലബ് മെമ്പർഷിപ്പിനെ കൊണ്ട് പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ലൊരു ഓഫറാണ്, നല്ലൊരു കാര്യമാണ്. കാരണം എന്ത് വന്നാലും നമ്മൾ ഇത് പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചു, ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അതൊരു നല്ലൊരു യൂസ്ഫുൾ ആയ കാര്യമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്ലേസ് ചെയ്യും. ലീഡേഴ്സ് ആയാലും മെന്റേഴ്സ് ആയാലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. മില്യൺ ഡോട്ട്സിൽ വന്നിട്ട് ഗുണമല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇക്വിറ്റി എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ടോട്ടലി വിട്ടോ? ഇക്വിറ്റി ഞാൻ കംപ്ലീറ്റ് വിട്ടു. ഓപ്ഷൻസ് തന്നെ. ഐസി ആണ് ഫോക്കസ് ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ. സോ ഇക്വിറ്റി വിടുന്ന സമയത്ത് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂ വന്നേക്കാവും. കാരണം ഒരുപാട് പേര് ഇക്വിറ്റിയിലോട് താല്പര്യം ഇല്ലാത്ത ഓപ്ഷൻ ബൈയിങ് ആൻഡ് ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഫൈൻ. യെസ്. സോ എന്തുകൊണ്ട് ആളുകൾക്ക് ഇക്വിറ്റിയോട് ഒരു ഉറപ്പ് വന്നിരിക്കുന്നത്? ലിവറേജ് ഇല്ലാത്തതുകൊണ്ടാണോ?
ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് എല്ലാവരും വരാനുള്ള ആദ്യത്തെ റീസൺ മിക്കവാറും പ്രോഫിറ്റ്സ്. കാരണം ഓപ്ഷൻ ബൈയിൽ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. പക്ഷെ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഓപ്ഷൻ ബൈയിൽ നമ്മുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് ആവുന്നുള്ള കാര്യം. ഇത് പഠിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പം റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ച പൊസിഷൻ സൈസിങ് പഠിച്ച് അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അത്യാവശ്യം വേണ്ടി വരും. ആ ക്യാപിറ്റൽ ഉണ്ട് എന്നാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഓപ്ഷൻ സെല്ലിംഗ്. പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റീൻ്റെ അകത്താകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റി എനിക്ക് ഫെൽറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനേക്കാളും എനിക്ക് അത്ര ഒരു ഞാൻ ആദ്യം തൊട്ടിട്ടേ നോക്കാറ് ഓപ്ഷൻസ് ആണ്. അപ്പം ഞാൻ ഓപ്ഷൻസ് ചാർട്ടുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആണ്. പിന്നെ ഇക്വിറ്റി എനിക്കെന്തോ ആ ഒരു ഇത് എൻ്റെ ഫീൽഡ് അല്ല, അല്ലെങ്കിൽ അറിയില്ല. കാരണം പെട്ടെന്ന് പാനിക്കാവും ഇക്വിറ്റീൻ്റെ അകത്ത്. ഇക്വിറ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് പിന്നെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ അത്രയും നല്ലൊരു പെർസെൻറ്റേജ് തന്നെ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇക്വിറ്റിയിൽ ഒരു ക്യാപിറ്റലിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും ലോസിലേക്കും വരാം. ഓപ്ഷൻസിൽ നമുക്ക് ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ തോന്നുന്നത് ഓപ്ഷൻസ്. ഓക്കെ, ഫൈൻ. സോ ഇപ്പം നമ്മൾ ഓപ്ഷൻസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ലൈക്ക് റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? സോ ഇന്ന് നമ്മുടെ നിഖിൽ സർ, അതായത് ലൈക്ക് നിഖിൽ മണി ടോക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്യാപിറ്റലിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കണം, എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ട്രേഡിംഗിൽ സക്സസ് ആയി പോകാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമില്ല. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഈവൻ ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് വരുന്ന സമയത്തും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ സാധാരണ ഓപ്ഷൻ ബൈയിലേക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യാറ്? ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാക്സിമം 1 lakh യൂസ് ചെയ്തിട്ട് ലൈക്ക് എന്താണ് നമ്മൾ 1 lakh നമ്മൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്യും. അത് അത്ര ഇപ്പോൾ ഒരു 1 lakh ആണ് ക്യാപിറ്റൽ എടുക്കുന്നത് വെച്ചാൽ അത് ഇപ്പം പറയുകയാണെങ്കിൽ 20 അത് 5 ആയി സ്പ്ലിറ്റ് ചെയ്ത് എന്നിട്ടേ ട്രേഡ് എടുക്കും. അല്ലാണ്ട് ഒറ്റയടിക്ക് 1 lakh നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, പക്ഷെ എല്ലാവരും ചെയ്യുന്നത് 1 lakh വെച്ച് ട്രേഡ് എടുക്കും. അതാണ് മിസ്റ്റേക്ക് വരുന്നത്. ഇത് പഠിച്ചിട്ട് ഇറങ്ങണം എന്ന് പറയുന്നത് മെയിൻ കാരണം അതാണ്. കാരണം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇത്രയും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യമാണ്, എടാ നീ എന്തിനാണ് ഇത്രയധികം ഫണ്ട് ഇതാക്കുന്നത്, ഇത്ര നല്ലതല്ല എന്നൊരു ഓപ്ഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് പഠിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലതാ, പഠിക്കാണ്ടാണെങ്കിൽ പോക്കാ കാര്യം. കാരണം എത്ര ഫണ്ട് ഇറങ്ങിയാൽ അത് പോകും. പക്ഷെ ഇത് നമ്മൾ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യുന്നതിരിക്കും. ഇപ്പൊ 1 lakh ആണെങ്കിൽ അത് 20 അങ്ങനെ 5 ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ അടുത്ത നല്ലൊരു ട്രേഡ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം, അല്ലേ അത് ക്ലോസ് ചെയ്യാം. അടുത്ത ട്രേഡ് ഉണ്ടാവും, വെയിറ്റ് ഫോർ ഇറ്റ്. അതേ പറയാനുള്ളൂ. സോ നേരത്തെ നമ്മൾ ലൈക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഏതൊരു വ്യക്തി, ലൈക്ക് നമുക്ക് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നോളജ് നമുക്ക് അധികം ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാക്കിയുള്ള ഒരാളുടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ല നമ്മൾ സ്പ്രെഡ് ചെയ്യണം. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല നമുക്ക് കിട്ടുന്നത്, അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പം ട്രേഡ് ചെയ്തിട്ട് സക്സസ് ആയതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് പലരും വരുന്നത്, അല്ലെ? അപ്പൊ അതേപോലെ നവഗീത് ട്രേഡ് ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ നവഗീത് പറയുന്നത് വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒബ്വിയസ്ലി ഈ ഒരു ചോദ്യം അതായത് വേറൊരാളടുത്ത് നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ, അതായത് ഇതേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവർ പറയും, ഞാൻ വേണമെങ്കിൽ എമൗണ്ട് തരാം, എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ടാണ്, അതായത് എൻ്റെ ക്യാപിറ്റൽ കൊണ്ടാണ്. അത് വാഷ് ഔട്ട് ആയാലോ അല്ലെങ്കിൽ എന്തായാലും എന്നോടാണ് റെസ്പോൺസിബിൾ. ഇപ്പോൾ വേറൊരാളുടെ നിന്ന് ഫണ്ട് വാങ്ങി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ വേറൊരാളുടെ ആൻസറബിൾ ആണ്. നമ്മൾ മെയിൻലി ഈ ഒരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ വേറൊരാളുടെ ആൻസറബിൾ അല്ല, നമ്മൾ ഭയങ്കര ഫ്രീഡമാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വേറൊരാൾ കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ ഉള്ള എല്ലാ സഹായവും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ആ ഒരു ഫണ്ട് വാങ്ങിയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റുന്നില്ല. ഇത് പഠിക്കാനാണെങ്കിൽ നമുക്കിപ്പം കുറേ വഴികളുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം, പിന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഒരാൾ ട്രേഡിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ P&L കണ്ടിട്ടേ വരും. പക്ഷേങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലപ്പോഴും P&L പച്ചയായിരിക്കില്ല. അതിൻ്റെ അകത്ത് എങ്ങനെയാലും ലോസും വരും. ഇന്ന് ഗ്രീൻ കാണിക്കോ? ഇന്ന് ഭയങ്കര എന്താ പറയാ, മോർണിംഗ് നമ്മളെ ഭയങ്കര റിസ്കിലാക്കിയ ഒരു മാർക്കറ്റായിരുന്നു. ഓൾമോസ്റ്റ് 7,700. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ ലൈക്ക് ആരും പ്രോഫിറ്റ് കണ്ട് ഗ്രീഡി ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്. ലോസ് എന്ന് പറയുന്ന സംഗതി എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ സംഭവിക്കാതെ, ലൈക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ആസ് എ ബിസിനസ് ആയിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ ബിസിനസ് ആവുന്ന സമയത്ത് നമുക്ക് ഓരോ സീസൺ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക, അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവുക.
സോ എനിവേ നവഗീത, എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഇനി കൊണ്ടുവരുന്നത്? ലൈക്ക് നമ്മളിപ്പം ട്രേഡേഴ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഓഫ്ലൈൻ മീറ്റപ്പ് കൊണ്ടുവന്നു. സോ ഇതേപോലത്തെ മീറ്റപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആൻഡ് ഇങ്ങനത്തെ മീറ്റപ്സ് ഇപ്പം നടന്നു, ഒരു 1 day പ്രോഗ്രാം കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം പ്രോഗ്രാം ഉണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നല്ലതായി തോന്നിയത്? എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം? ബിക്കോസ് നമുക്ക് ഇനി ഓരോ 3 months കൂടുന്ന സമയത്ത് നമ്മൾ മീറ്റപ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ എന്തൊക്കെ മെച്ചപ്പെടുത്തണം എന്നാണ് തോന്നിയിരിക്കുന്നത്? മീറ്റപ്പ് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം. അതായത് ഇപ്പം ഒരു ഫ്രണ്ട് സർക്കിൾ വെച്ചാണ് അതിൻ്റെ അകത്ത് വളരെ 1-2 പേരെ ഇപ്പോൾ ഒരു ട്രേഡിങ്ങിനെ കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആരില്ല, കുറവാണ്. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവായിട്ട് അറിയേണ്ട വിഷയവും പഠിക്കേണ്ടതും ട്രേഡിങ്, ഷെയർ അതിനെ കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതിപ്പോൾ ഇന്ന് ഈ ഒരു സെഷൻ നടന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ കിട്ടി. എല്ലാവരും അറിയാം, കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിചയമുണ്ട്. പക്ഷേങ്കിൽ ഡയറക്റ്റ് നേരിട്ട് നമ്മൾ പരിചയം വരുന്നില്ല, കാരണം എല്ലാവരും ഓരോ സ്ഥലത്താണ്. അപ്പം ഇങ്ങനൊരു മീറ്റപ്പ് വെക്കുമ്പോൾ അവർക്കുള്ള നോളേജും നമ്മളുടെ നോളേജും, അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യം വേറെ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ആൾക്ക് എനിക്ക് തിരിച്ചും പറഞ്ഞുതരാം. അപ്പൊ രണ്ടാളും നോളജ് അവിടെ വലുതാവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അത്രയും യൂസ്ഫുൾ ആണ് മാർക്കറ്റിൽ. അതിപ്പം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ട്രേഡ് മാറുന്നു പറയാറുണ്ട്. അപ്പം എല്ലാ മാർക്കറ്റും എനിക്കറിയത്തില്ല, എനിക്കറിയുന്ന കുറച്ച് മാർക്കറ്റേ ഉണ്ടാവും. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബുള്ളിഷായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ വേറൊരാളുടെ അടുത്ത് അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒരു മീറ്റപ്പും കാര്യം വെക്കുന്നത്. പിന്നെ ഇതിൽ മെച്ചപ്പെടുത്താൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒബ്വിയസ്ലി പറയാനൊന്നുമില്ല, കാരണം എല്ലാം നല്ല രീതിയിലാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു മീറ്റപ്പ് വരുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ എന്താണ് നടത്തിയിരിക്കുന്നത് അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിച്ച് നടത്തണം എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് മെച്ചപ്പെടുത്താനായിട്ട് ഐ തിങ്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നടന്നേക്കുന്ന സെഷൻ മണി ടോക്ക് ആള് നിഖിൽ സാർ വന്ന് പറഞ്ഞേക്കുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് ഒരു ട്രേഡറെ സംബന്ധിച്ച്, ട്രേഡറിനല്ല, ഒരു ഇൻഡിവിജ്വൽ, ഒരു മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. സോ താങ്ക് യു സോ മച്ച് നവഗീത്. സോ ഓപ്ഷൻ ക്ലബിൽ നല്ല അടിപൊളി ആയിട്ട് നിൽക്കുക ആൻഡ് ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡറായി മാറുക. ഓക്കെ, ശരി, ബൈ. താങ്ക് യു.